റോസ് സ്റ്റഡി വ്ലോഗ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 100 GK ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാണുന്നവർ ഫുൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇടുന്ന വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നട്ടെല്ലിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സ്റേ മൈലോഗ്രാം. പട്ടം താണുപിള്ള രൂപവൽക്കരിച്ച പാർട്ടി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി. പരദേശീയ സിനഗോഗ് എവിടെയാണ്? മട്ടാഞ്ചേരി. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചിൻ ഇൻ്റർനാഷണൽ വിമാനത്താവളം. പ്രയുക്ത ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അഥവാ അപ്ലൈഡ് സുവോളജിയുടെ ഫാദർ ഓഫ് അപ്ലൈഡ് സുവോളജി കോൺറാഡ് ജസ്നർ. ഭാഷാപോഷിണി സഭയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ധ്രുവദീപ്തി കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൻ്റെ ഏത് പാളിയിലാണ്? തെർമോസ്ഫിയർ. 1876 ആനന്ദ മോഹൻ ബോസുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപവൽക്കരിച്ചതാര്? സുരേന്ദ്രനാഥ് ബാനർജി. 1919 വിദ്യാലയം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മൂർക്കോത്ത് കുമാരൻ. ബയോണെം എന്ന ബയോ സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം റഷ്യ. ബംഗാളിൽ ദ്വിഭരണം നടപ്പാക്കിയത് റോബർട്ട് ക്ലൈവ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏജൻസി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ക്രിസ്തുമതത്തിൽ ചേർന്നതിനെ തുടർന്ന് കൃഷ്ണദി ആശാൻ സ്വീകരിച്ച പേര് CK ജോൺ. അർദ്ധനാരീശ്വരൻ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് പെരുമാൾ മുരുകൻ. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലും ലോകത്താകമാനവും വ്യാവസായിക വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഈ യന്ത്രം കാരണമായി. ഏതായിരുന്നു ആ യന്ത്രം? ആവിയന്ത്രം. ബങ്കനപ്പള്ളി, മൽഗോവ, നീലം എന്നിവ ഏതിൻ്റെ ഇനങ്ങളാണ്? മാങ്ങ. ബാർബഡോസിൻ്റെ തലസ്ഥാനം ബ്രിഡ്ജ് ടൗൺ. ബോർബൺ രാജവംശം ഏത് രാജ്യത്താണ് അധികാരത്തിലിരുന്നത്? ഫ്രാൻസ്. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകൾ. ക്രിസ്തുവിനെ തൂക്കിലേറ്റിയ മലമുകൾ ഗാഗുൽത്ത. ശ്രീലങ്കയുടെ തലസ്ഥാനം കൊളംബോ. ക്രയോലൈറ്റിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ലോഹം അലൂമിനിയം. ഗ്രാമ്പുവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം മഡഗാസ്കർ. 1926 5-ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരി. 1927 ബ്രസൽസിൽ നടന്ന മർദ്ദിത ജനതകളുടെ ലോക സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തത് ജവഹർലാൽ നെഹ്റു. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റു. 1896 ഫെബ്രുവരി 29 ഗുജറാത്തിലെ ഭദേനി ഗ്രാമത്തിൽ ജനിച്ച 4 വർഷത്തിലൊരിക്കൽ പിറന്നാൾ ആഘോഷിച്ചിരുന്ന പ്രധാനമന്ത്രി മൊറാർജി ദേശായി. 1922 റോയൽ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, ഇപ്പോൾ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ്, എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂൺ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുമാരഗുരുദേവൻ. മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പ് പാര അടിച്ചു കയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത്. ഈ ശിക്ഷ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചിത്രവധം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ആസിയൻ്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എവിടെയാണ്? ജക്കാർത്ത. ആദ്യത്തെ മാമാങ്കം നടന്ന സ്ഥലം തിരുനാവായ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആസ്ഥാനം മുംബൈ. ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമി എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി മ്യൂസിയം എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ ലഫ്റ്റനന്റ് ജനറൽ പുനീത അറോറ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഗണ്യമായ സംഭാവന നൽകിയ അമൃത് ബസാർ പത്രിക എന്ന പത്രം ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഇംഗ്ലീഷ്. ഇന്ത്യയിൽ
ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 1986 നവംബർ 19. ഇന്ത്യയിൽ ആഗോളവൽക്കരണം ആരംഭിച്ച വർഷം 1991. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ജിംനോസ്പേംസ്. 2 സയൻസ് വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ഏക വ്യക്തി മാഡം ക്യൂറി. ഇന്ത്യയിൽ ആദ്യമായി ATM സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ. ഇന്ത്യയിൽ സാമ്പത്തികാസൂത്രണം ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റായി പ്രഖ്യാപിച്ചത് പഞ്ചാബ്. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസഡർ എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജി. ഇന്ത്യ ഗവൺമെൻറ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ച വർഷം 2010. രാഷ്ട്രം എന്നത് ഞാനാണ് എന്ന് പറഞ്ഞത് ലൂയി 14. രാഷ്ട്രതന്ത്രശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് ഏത് വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ്. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരൻ. രാജകീയ രോഗം അഥവാ റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. രഞ്ജിത്ത് സിംഗിൻ്റെ തലസ്ഥാനം ലാഹോർ. ഇത് ഭൂമിയാണ് എന്ന നാടകം രചിച്ചത് KT മുഹമ്മദ്. ഉസൈൻ ബോൾട്ട് ഏത് രാജ്യക്കാരനാണ്? ജമൈക്ക. ഊർജ്ജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ കണം ഏതാണ്? കോസ്മിക് രശ്മി. എനമാക്കൽ തടാകം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആഗോള പ്രഖ്യാപനം നടത്തിയത് 1990 എവിടെ വച്ചാണ്? തായ്ലൻഡ്. എവിടുത്തെ ഭരണാധികാരിയിൽ നിന്നാണ് അൽബുക്കർക്ക് ഗോവ കീഴടക്കിയത്? ബീജാപ്പൂർ. എക്സൽ ഗ്ലാസ് ഫാക്ടറി ഏതു ജില്ലയിലാണ്? ആലപ്പുഴ. ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പ്. ഏറ്റവും വിസ്തീർണം കൂടിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടകം. ഗുജറാത്തിലെ താപ്തി നദി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം ശ്രീലങ്ക വരെ നീണ്ടുകിടക്കുന്ന ഒന്നായിരുന്നു. സമുദ്രത്താൽ വേർപിരിഞ്ഞ ഈ പ്രദേശങ്ങളിലെ ജീവിവർഗങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പക്ഷി മാക്കാച്ചിക്കാട. മൂർത്തി ദേവി അവാർഡ് ഏർപ്പെടുത്തിയത് ജ്ഞാനപീഠം ട്രസ്റ്റ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടി. അർക്കഹരിത് ഏത് പച്ചക്കറിയുടെ ഇനമാണ്? പാവൽ. മാക്സസെ അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിക്കുന്ന തീയതി ഓഗസ്റ്റ് 31. മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൂത്രത്തിൻ്റെ അളവ് 1.5 ലിറ്റർ മുതൽ 1.8 ലിറ്റർ വരെ. അയ്യത്താൻ ഗോപാലൻ ദലിത് വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി എലിമെൻ്ററി സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കോഴിക്കോട്. മന്നത്ത് പത്മനാഭൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? ചങ്ങനാശ്ശേരി. മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കെരാറ്റിൻ. മലയാളി മെമ്മോറിയലിലെ 3ാം ഒപ്പുകാരൻ ഡോക്ടർ പൽപ്പു. മഹൽവാരി സമ്പ്രദായം ആദ്യമായി ഏർപ്പെടുത്തിയത് എവിടെയാണ്? ആഗ്ര ആൻഡ് ഔധ്. അടിയ വിഭാഗത്തിൻ്റെ പരമ്പരാഗത നൃത്തരൂപം ഗദ്ദിക. അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്പൻഹൈമർ. മംഗോളിയയുടെ തലസ്ഥാനം ഉലാൻ ബേറ്റർ. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏത്? ഫോട്ടോ വോൾട്ടായിക്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ദേവദാസ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേദന സംഹാരി ആസ്പിരിൻ. ഏറ്റവും സാധാരണമായ കരൾ രോഗം മഞ്ഞപ്പിത്തം. ശരാശരി ഉയരം ഏറ്റവും കൂടുതലുള്ള വൻകര അന്റാർട്ടിക്ക. ഏഷ്യയിലെ ഒരേയൊരു നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവ. ഏതു മതവിഭാഗത്തിൻ്റെ ആചാരമാണ് യോം കിപ്പൂർ? യഹൂദ. ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ടിപ്പുവിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി.
ഏത് സംസ്ഥാന സർക്കാരാണ് വിവരാവകാശ നിയമം ആദ്യമായി വിജയകരമായി നടപ്പാക്കിയത്? തമിഴ്നാട്. ഏത് സംസ്ഥാനത്തിൻ്റെ ഇ ഗവേണൻസ് പദ്ധതിയാണ് സൗകര്യം? ആന്ധ്രാപ്രദേശ്. ഏത് ജില്ലയിലാണ് മലങ്കര ജലവൈദ്യുതി പദ്ധതി? ഇടുക്കി. വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പദ്ധതി മുദ്രാ പദ്ധതി. കരയിലെ സസ്തിനികളിൽ ഏറ്റവും നീളം കൂടിയ നട്ടെല്ലുള്ളത്? ജിറാഫ്. കരയിലെ സസ്തനങ്ങളിൽ ഏറ്റവും ആയുസ് കൂടിയത്? മനുഷ്യൻ. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ വായ് ഉള്ളത്? ഹിപ്പപ്പൊട്ടാമസ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന വിറ്റാമിൻ എ. കാന്തശക്തിയുടെ യൂണിറ്റ്? വെബർ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? GV രാജ. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ചുള്ളിയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലെ ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.